സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ KSRTC ബസ്, ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇതിനെ ഒരു പ്രത്യേക ഒരു ആക്സലറേഷനിൽ തള്ളണം, ഒന്ന് നീക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അതേസമയം ഇതൊരു ചെറിയൊരു കാറോ സൈക്കിളോ ആണെങ്കിൽ തള്ളാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഫോഴ്സ് അത്ര മതിയാവും. അതായത് ഭാരം കുറഞ്ഞ വസ്തുവിനെ ഒരു ആക്സലറേഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ച് ഫോഴ്സ് മതി. ഇത് നേരെ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ആണല്ലോ അതിന് ഇത്രയേ വേണ്ടു. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ആഴത്തിൽ പഠിച്ചാൽ നല്ലത്. മൂന്നാം ചലന നിയമം നിങ്ങളത് വളരെ യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സിനിമ ഡയലോഗ് അല്ലല്ലേ? സിനിമ ഡയലോഗ് അല്ല, അത് പ്രകൃതിയിലൊരു ഡയലോഗാണ്. അതായത് ഒരു എളുപ്പത്തിന് പറയുകയാണെങ്കിൽ, സബീർ വഞ്ചി തുഴയുകയാണെങ്കിൽ അല്ലെങ്കിൽ നീന്തുവാണെങ്കിൽ നമ്മൾ വെള്ളത്തെ പിറകോട്ട് തള്ളും. വെള്ളം നമ്മളെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകും. വഞ്ചിയൊക്കെ എല്ലാം, വഞ്ചി ആയാലും നീന്തലായാലും നമ്മൾ നടക്കുന്നത് പോലും അതുകൊണ്ടാണ്. കൊള്ളാം. ഓക്കെ, അപ്പൊ ഇതുപോലെ വേറെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ മാത്തമാറ്റിക്സിലുണ്ട്, കളർ തിയറി, കളർ വീലിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. മാത്സ്, സയൻസ്, അങ്ങനെ ഞാൻ കൈവെക്കാത്ത മേഖലകളില്ല ശരിക്കും. ഇല്ല. അപ്പം ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ പുതിയ കുട്ടികളോടൊക്കെ എന്താ പറയാനുള്ളത്? പുതിയ കുട്ടികളോട് പറയാനുള്ള വളരെ ലളിതമായിട്ട്, ഒരു ആപ്പിൾ വീഴുന്നത് കണ്ടാൽ അത് പെറുക്കിയെടുക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് വീണു എന്ന് ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. ആപ്പിളിനെ പോലെ വേറുള്ള കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങളിൽ കാണുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ചരിത്ര പുരുഷന്മാരൊക്കെ നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂവിൽ കൊണ്ടുവരും. അപ്പൊ അടുത്ത ആരെ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്തു.